നെക്സ്റ്റ് ടൈം നീ അവളെ കാണുമ്പോൾ നിന്നെ ഞാൻ ഒരു ആൽഫ മെയിലാക്കി മാറ്റിയിരിക്കും. ഓക്കെ? ഇങ്ങനെ വേണം ഡ്രസ്സിങ്. ഇതാണ് പെൺകുട്ടിയൊക്കെ ഇഷ്ടം. ഇനി നമുക്ക് എൻ്റെ സൗണ്ട് റെഡിയാക്കാം. സംസാരിക്കുമ്പോഴേ നല്ല ബേസിൽ സംസാരിക്കണം. എന്നെ പോലെ മനസ്സിലായോ? ബേസിൽ സംസാരിക്കുന്നതാണ് പൗരസ്യത്തിൻ്റെ ലക്ഷണം. ഇത്രയും ബേസ് മതിയോ? മതി. പിന്നെ നീ ത്രൂ ഔട്ട് അവളോട് ഇങ്ങനെ തന്നെ വേണം സംസാരിക്കുക. മനസ്സിലായോ? ഇനി ബോഡി ലാംഗ്വേജ്. നടക്കുമ്പോൾ നല്ല സ്റ്റേൺ ആയിട്ട് നടക്കണം. നെഞ്ച് പിരിച്ച്. അവളെ കണ്ട ഉടനെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കണം. ഇങ്ങനെയല്ല, നല്ല സ്റ്റേൺ ആയിട്ട്. നീ അവളുടെ മേലെ നിന്റെ ഡൊമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഓക്കെ? ഇനി ഐ കോണ്ടാക്ട്. എടാ, നീ ഇപ്പോൾ സംസാരിച്ചപ്പോൾ 5 തവണ കണ്ണു ചിമ്മി. കണ്ണു ചിമ്മുന്നത് വീക്ക്നെസ്സിൻ്റെ ലക്ഷണമാണ്. മനസ്സിലായോ? നീ അവളുടെ കണ്ണിൽ തന്നെ നോക്കി സംസാരിക്കണം. എങ്കിൽ മാത്രമേ അവൾ നിന്നെ ബഹുമാനിക്കുള്ളൂ. എടാ, നാളെ വരുമ്പോൾ ഇംപ്രസ്ഡ് ആവുമോ? അവൾ ഇംപ്രസ് ആവും. ഇല്ല, നമ്മളാക്കും. ഹായ് അനു, വരൂ. അവളെ കണ്ട ഉടനെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. അല്ല, രാഹുലിന്റെ സൗണ്ടിന് എന്തൊരു വ്യത്യാസം പോലെ. ഓ, അതോ, ഇന്ന് രാവിലെ ജിമ്മിൽ പോയപ്പോൾ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് കിട്ടി. അതാ ഇങ്ങനെ. അനു, ഹായ്. അല്ല രാവിലെ നീ ഇന്ന് ജിമ്മിൽ 150 കിലോ ബെഞ്ച് പ്രസ് അടിച്ചു നേട്ട്. 150 kgയോ? ഈ രാഹുലിന്റെ ഒരു പൗരുഷം. അല്ല, അനു ചായ കാപ്പിയോ? ചായ മതി. രാഹുലിന് ബീറല്ലേ? രാഹുൽ